ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിയാൻഷി ബ്ലോഗ്സ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും കുറേ നാളുകളുടെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഇതുപോലൊരു വീഡിയോ ആയിട്ട് എനിക്ക് വരാൻ പറ്റിയത്. അന്ന് ഞാൻ ലാസ്റ്റത്തെ വീഡിയോ ഇട്ട് കഴിഞ്ഞ സമയത്ത് തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഞാൻ വീഡിയോ കണ്ടിന്യൂസ് ഇടാൻ ശ്രമിക്കാന്നുള്ളത്. പക്ഷെ ആ ഒരു തിരുവാതിര കഴിഞ്ഞ പിന്നെ എനിക്ക് വീഡിയോ ഞാൻ കുറച്ചൊക്കെ വീഡിയോ ചിലതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കത് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് പോസ്റ്റ് ചെയ്യാനോ പുതിയ വീഡിയോസ് എടുക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഇന്നും ഞാൻ അന്ന് ലാസ്റ്റത്തെ ഒരു വീഡിയോയിൽ നമ്മുടെ ഇതുപോലത്തെ ഒരു ഓൺ വോയിസ് വീഡിയോയിൽ നമ്മുടെ അമ്മയുടെ കാര്യത്തിനെ പറ്റിയിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ കേസിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എൻക്വയറി ചോദിക്കുന്നു. എൻക്വയറി മീൻസ് എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നുള്ളത് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് അതിനെ പറ്റിയിട്ടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നിനുമല്ല. നമുക്ക് ഇങ്ങനെ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് നിങ്ങളുടെ വീട്ടിലോ ഫാമിലിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവക്കത്തോ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. കാരണം നമ്മളും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ ഇങ്ങനെ കടന്നു പോവുക. അപ്പം നമുക്കറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓരോ ഘട്ടങ്ങളിലാണ് പഠിക്കുന്നത്. അപ്പം ഞാൻ അതിനകത്ത് ലാസ്റ്റ് പറഞ്ഞിരുന്നത് അമ്മയുടെ ഒരു സർജറിനെ പറ്റിയിട്ടായിരുന്നു. അപ്പം കഴിഞ്ഞ വർഷം ഒരു ഏപ്രിലാണ് അമ്മയ്ക്ക് ഫിസ്റ്റുല കയ്യിൽ ചെയ്തത്. ഒക്ടോബർ തൊട്ട് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മൾ ഏപ്രിൽ തൊട്ട് അതുവരെ കൈക്കൊരു എക്സസൈസ് കൊടുക്കണമായിരുന്നു. അത് അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ചെക്കപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജനുവരി മാസത്തിൽ കാരിത്താസിൽ പോകുന്നത്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഈ ഞരമ്പ് മസിലിൻ്റെ ഉള്ളിലേക്ക് ആയിപ്പോയി. കാരണം കൈ അനങ്ങുന്നില്ലാത്തതുകൊണ്ട്, നമ്മൾ എക്സസൈസ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് കൈയുടെ ഇവിടുത്തെ ഞരമ്പ് മസിലിൻ്റെ ഉള്ളിലേക്ക് ആയിപ്പോയി. അപ്പം ഇവിടെയാണ് കുത്തുന്നത്. അപ്പം നമുക്ക് ഞാൻ പുറത്താണ് ഇരിക്കുന്നത്. മൈക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ പുറത്തുനിന്നുള്ള നോയ്സ് കേൾക്കായിരിക്കും കേട്ടോ. ഉള്ളിൽ ഭയങ്കര ചൂടാണ്, കറണ്ട് ഇല്ല. അപ്പൊ അതാണ് പുറത്തിരുന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ അതിനകത്ത് അപ്പം മസിലിന്റെ ഉള്ളിലേക്ക് ഞരമ്പ് ഇറങ്ങി പോയിട്ട് അപ്പം നമുക്ക് കുത്തുമ്പോൾ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ കാരണം ചെറിയൊരു സർജറി ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സർജറി ചെയ്തിട്ട് ആ ഞരമ്പിനെ ആ മസിലിന്റെ മേളിലേക്ക് എടുത്തിടണം എന്നുള്ള ഒരു കാര്യം നമ്മളോട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ലാസ്റ്റ് ചെക്കപ്പിന് ചെന്ന് കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്തപ്പോൾ ഈ ഞരമ്പ് ഇങ്ങനെ താഴ്ത്തി കൊന്നത് നമുക്ക് ഭയങ്കര വളരെ കുഞ്ഞ് വണ്ണം കുറഞ്ഞ ഞരമ്പാണ് പോകുന്നത്. അപ്പൊ എല്ലാവരുടെയും കൈയുടെ ഇതനുസരിച്ച് വ്യത്യാസമുണ്ട് കേട്ടോ അത്. അപ്പം അങ്ങനെ ഒരു സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ജനുവരിയിലായിരുന്നു കേട്ടോ. ജനുവരിയിൽ ഞങ്ങളൊരു 3 ദിവസം 4 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഈ സർജറി കഴിഞ്ഞു. അപ്പം ആ കയ്യിലെ മുറിവ് ഉണങ്ങുന്നത് 6 ആഴ്ചത്തെ ഒരു ഇതുണ്ട്, ഒരു 45 ദിവസത്തെ കണക്കിലാണ് അത് പറയുക. അപ്പൊ ആ മുറിവ് ഉണങ്ങാതെ പിന്നെ നമുക്ക് കയ്യിലൂടെ ഡയാലിസിസ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഡയാലിസിസ് സ്റ്റോപ്പ് ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ടെമ്പററി ആയിട്ട് കഴുത്തേൽ ഒരു കത്തീറ്റർ ഇട്ടിട്ട് അതിലൂടെയായിരുന്നു ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് ഒരു മാസം 3 ആഴ്ചയാണ് പറഞ്ഞത്. 3 ആഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ കയ്യിലേക്ക് ആക്കാൻ പറ്റുമോ നോക്കാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പം നമ്മളത് കുഴപ്പമില്ലാതെ ആ ഒരു സർജറി ഒക്കെ കഴിഞ്ഞ് നമ്മൾ ജനുവരി മാസം ലാസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് സർജറി എല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ വന്ന് കഴുത്തേലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കഴുത്തിൽ ചെല്ലുമ്പോൾ വേറെ വിഷയങ്ങളൊന്നുമില്ല. കൈ കുത്തുന്ന വേദനയൊന്നുമില്ല. ഈ ഓൾറെഡി ഒരു ട്യൂബ് കഴുത്തേലേക്ക് ഇട്ടേക്കണോണ്ട് ആ ട്യൂബിലേക്ക് ജസ്റ്റ് ആ പൈപ്പ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. അപ്പൊ അത് ടെമ്പററി ആയിട്ട് അത്യാവശ്യം എല്ലാവർക്കും തന്നെ ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് ആൾക്കാർക്ക് പെട്ടെന്ന് എന്തെങ്കിലും അസുഖങ്ങൾ, ഇപ്പൊ ഇഷ്ടംമാതിരി ആൾക്കാർ ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത്, കാരണം ആ ചൂടുള്ള ടൈം ആയിരുന്നല്ലോ, ഒരുപാട് പേര് മഞ്ഞപ്പിത്തം കൂടിയിട്ട് അവർക്ക് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കും. അപ്പൊ അവരുടെ ബൈസ്റ്റാൻഡ് ആൾക്കാർ പുറത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ അവരെന്തെങ്കിലും സംസാരിക്കുമ്പോൾ അവരിങ്ങനെ പറയും ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഡയാലിസിസിലേക്ക് വന്ന ആൾക്കാർ, ഷുഗർ എന്നുള്ളൊരു ഇതല്ലാതെ BP കൂടുന്നത്, അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷം ചുമ്മാ ഓട്ടോമാറ്റിക്കലി ക്രിയാറ്റിൻ കൂടി വരുന്നത്, അതുപോലെ മൂത്രത്തിക്കല്ല് വന്നിട്ട് ക്രിയാറ്റിൻ കൂടി വരുന്നത്, അങ്ങനെ ഒരുപാട് റീസൺ കൊണ്ട് ആൾക്കാർ അവിടെ 10-25 വയസ്സ് തൊട്ടേ അവിടെ ഡയാലിസിസിന് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അവിടെ ആ ഒരു ഫീൽഡിൽ നിൽക്കുമ്പം, അല്ലെങ്കിൽ അവിടെ ആ ഒരു സെക്ഷനിൽ പോയി നിന്ന് നമ്മളിങ്ങനെ പുറത്തിങ്ങനെ കാവലിരിക്കുമ്പോൾ പല തരത്തിലുള്ള ആൾക്കാരാണ് പുറത്ത് നിൽക്കുക. അപ്പൊ അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഒന്നും അല്ലല്ലോ എന്നുള്ളൊരു ഇത് തോന്നും നമുക്ക്. അപ്പൊ അങ്ങനെ സർജറി ഒക്കെ കഴിഞ്ഞ് വന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നു അന്നേരം ഡാൻസ് പ്രാക്ടീസ് ആയിരുന്നു, ശിവരാത്രിയുടെ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് അതൊരു ശനിയാഴ്ചയായിരുന്നു പ്രോഗ്രാം. അപ്പൊ ആ ശനിയാഴ്ചത്തെ 21-ാം തീയതി ആയിരുന്നു കേട്ടോ, ഫെബ്രുവരി 21-ാം തീയതി ആയിരുന്നു പ്രോഗ്രാം. അപ്പൊ ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അമ്മ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അമ്പലത്തില്. അപ്പം അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഡയാലിസിസ് ഉണ്ടായിരുന്നു 22-ാം തീയതി. അപ്പൊ ആ ഡയാലിസിസ് കഴിഞ്ഞപ്പം ഭയങ്കര പനിയും വിറയും ഒക്കെ ആയിരുന്നു.
അപ്പൊ അത് ആളെ തീരെ അവശതയായി പോയി. അന്നത്തെ ആ ഒരു ഡയാലിസിസ് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോൾ പിന്നെ ഛർദ്ദിച്ചു. അങ്ങനെ പിറ്റേ ദിവസം ഞായറാഴ്ചയാണ് കേട്ടോ. ഞായറാഴ്ച നമ്മളിവിടെ അടുത്തൊരു ക്ലിനിക്കിൽ പോയപ്പം അവരിങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ പിന്നെ നമ്മൾ വെച്ചോണ്ടിരിക്കണ്ട. അപ്പൊ ഓൾറെഡി ഡയാലിസിസ് ചെയ്യുന്ന ഒരാൾക്ക് മൂത്രത്തിൽ ഇൻഫെക്ഷൻ എങ്ങനെ വരും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്തായാലും കഴുത്തേലയും കൂടി കാണിക്കാറായി ആ ടൈം ആയപ്പോൾ. എന്നാൽ പിന്നെ നമുക്ക് ഒന്നിച്ച് കാരിത്താസിൽ പോകാന്ന് പറഞ്ഞുള്ള രീതിയിൽ ഞായറാഴ്ച തന്നെ ഞങ്ങൾ വൈകിട്ട് ഉച്ചയ്ക്ക് ഇവിടുന്ന് പോയി. വൈകിട്ട് ഒരു ഉച്ചയ്ക്കല്ല, വൈകിട്ടാണ് പോയത്. 4 മണിയായപ്പോൾ ഇവിടുന്ന് പോയി. വൈകിട്ട് ഒരു 8 മണി ആയപ്പോഴത്തേനും നമ്മൾ അവിടെ കാഷ്വാലിറ്റിയിൽ ആളെ കയറ്റിയത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടെന്ന് പറയുന്നുണ്ട് വണ്ടിയിലിരുന്ന്. അങ്ങനെ നമ്മൾ അവിടെ കയറി ചെന്ന് കഴിഞ്ഞപ്പം ഷുഗർ ഭയങ്കര ഹൈയിലാണ് നിൽക്കുന്നത്. ഷുഗർ ഭയങ്കരമായിട്ട് ഹൈയിലാണ് നിൽക്കുന്നത്. ഒരു 500 എബോയിലാണ് കാണിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം നിലവിൽ, ഷുഗർ ഒന്ന് കൺട്രോൾ ആവട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം എന്നാണ് നമ്മളോട് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ചെന്ന് അന്ന് രാത്രി ഫുള്ള് അവിടെ കാഷ്വാലിറ്റിയിൽ കിടന്നു. ഈ ഫെബ്രുവരി ലാസ്റ്റത്തെ കാര്യമാട്ടോ ഞാൻ പറഞ്ഞു. അവിടെ കിടന്നു കഴിഞ്ഞ് ഷുഗർ നല്ലോണം അവർ അപ്പം തന്നെ ഇൻസുലിൻ കൊടുത്ത് ഷുഗർ കുറച്ച് കഴിഞ്ഞ് രാത്രി ആയത്തേനും ഒരു 12 മണി ആയത്തേനും ഇവർ പറഞ്ഞു ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ICUലേക്ക് മാറ്റണം എന്ന് കേട്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു പേടിയായത്. എന്താണ് കാരണം, എന്തോ സീരിയസ് ആയിട്ടുള്ള ഒരു ഇതായതുകൊണ്ടായിരിക്കുമല്ലോ ICUലേക്കൊക്കെ മാറ്റുക എന്നുള്ളത് തോന്നി. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ പോകുന്നത്. ഞാനും ചേട്ടനും അച്ഛനും കൊച്ചും ഉണ്ട്. ഞങ്ങൾ 3 പേരും കൂടി. അച്ഛനാണെങ്കിൽ ഓൾറെഡി ഹാർട്ടിന്റെ ഇതുള്ള കാരണം മരുന്നൊക്കെ കഴിക്കുന്ന ആളാണ്. അപ്പം അത് കാരണം അവിടെ നിർത്തിയില്ല, ഞാനും കൊച്ചിനെയും കൊണ്ട് പോന്നു. ചേട്ടനാണ് അവിടെ ICUയിൽ നിന്നത് കേട്ടോ. ICUയിൽ കയറ്റിയപ്പോൾ പുറത്തുണ്ടായിരുന്ന ചേട്ടനാണ്. അപ്പൊ അമ്മയുടെ കാര്യത്തിന് മാത്രമല്ല, അച്ഛന്റെ കാര്യത്തിനാണെങ്കിലും ശരി, അമ്മയുടെ എല്ലാ കാര്യത്തിനും ഹോസ്പിറ്റലിൽ നിൽക്കുന്നതും എല്ലാ പരിപാടികളും ഓടി നടന്ന് ചെയ്യുന്നതും അവിടുത്തെ ഒരാളായിട്ട് എപ്പോഴും നിൽക്കുന്നത് ചേട്ടൻ തന്നെയാണ് കേട്ടോ. നമ്മളത് കാരണം നമുക്ക് അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ട് തോന്നില്ല. കൊച്ചുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അത് ഫസ്റ്റ് ഓപ്ഷനാണ്. പിന്നെ അവള് ഓൾറെഡി ഇവിടെ ജനിച്ച ഒരാളായത് കൊണ്ട് തന്നെ ഭയങ്കര തണുപ്പിൽ നിന്ന ആളായതുകൊണ്ട് അവിടെ ചെന്ന് നമുക്ക് ചൂട് ഒട്ടും സഹിക്കാൻ പറ്റില്ല. അപ്പൊ പാറുവിനെയും കൊണ്ട് എനിക്ക് അവിടെ നിൽക്കാന്നുള്ളത് പോസിബിൾ അല്ല. അതുപോലെ അച്ഛനെ അവിടെ നിർത്തുക എന്നുള്ളത് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ചേട്ടൻ എപ്പോഴും അവിടെ ഹോസ്പിറ്റലിലുണ്ട്. എപ്പോഴും രാത്രി അച്ഛന് ഉള്ള ദിവസം അച്ഛൻ കിടന്നോളാം എന്ന് പറയും. രാത്രി നൈറ്റ് ജസ്റ്റ് ഒന്ന് കിടന്നാൽ മതിയല്ലോ. ദിവസം രാവിലെ തന്നെ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് ചെല്ലും. ചേട്ടനാണ് എല്ലാം. നമുക്ക് ഓടി നടന്നപ്പോൾ നമ്മൾ 6ാമത്തെ 7ാമത്തെ നിലയിലൊക്കെ ആയിരിക്കും കിടക്കുക. അപ്പോൾ അവിടെ നിന്ന് എപ്പോഴും താഴത്തേക്ക് ബില്ല് അടപ്പിക്കാൻ വിടും, അല്ലെങ്കിൽ പൈസ മറ്റേ കൊടുക്കാനും, അല്ലെങ്കിൽ ഫാർമസിയിൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കേണ്ടി വരും. അപ്പോൾ അതിനെല്ലാം നിന്നുകൊണ്ട് ചേട്ടനാട്ടോ. ആ കഥ, ആ ഒരു സ്റ്റോറി അവിടെ നിൽക്കട്ടെ, ബാലൻസ് ഞാൻ പറഞ്ഞിട്ട് പോവാം. അപ്പം അങ്ങനെ ICU കയറ്റി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഡോക്ടർ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു വലത്തെ ലെൻസിനും അതുപോലെ ഈ കഴുത്തിൽ ഇട്ടേക്കുന്ന ഈ ഒരു കത്തീറ്ററിനും ചെറിയൊരു ഇൻഫെക്ഷൻ പോലെ തോന്നുന്നുണ്ട്. അത് നമുക്ക് യൂറിൻ പോയിട്ട് ബ്ലഡ് കൾച്ചർ ചെയ്യാൻ വിടാം. അപ്പോൾ നമുക്ക് കറക്റ്റ് റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ 3 ദിവസം എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം കുഴപ്പമില്ല. ICU തന്നെ വെച്ച ആളുടെ ഡയാലിസിസ് കഴിഞ്ഞിട്ട് അമ്മേനെ പുറത്തേക്ക് ഇറക്കി. അത് കഴിഞ്ഞ് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. കഴിഞ്ഞ് പിറ്റേ ദിവസം അച്ഛൻ ഇങ്ങ് പോകുന്നു കേട്ടോ, അടിമാലിക്ക് പോകുന്നു. കാരണം അച്ഛൻ ഓഫീസിൽ പോകുന്നതും പിന്നെ എല്ലാവർക്കും കൂടി അവിടെ നിൽക്കേണ്ട സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ അച്ഛൻ ഇങ്ങോട്ട് പോകുന്നു. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ചേട്ടൻ കൊച്ചുകൂടെ ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടൻ രാത്രി അവിടെ കിടക്കും. രാവിലെ ഞാനൊരു 7:30 ആകുമ്പോൾ 8 മണിയോടുകൂടി റെഡിയായി നിൽക്കും. എന്നെ വീട്ടിൽ വന്ന് കൊണ്ടുവരും. അപ്പം അമ്മ തന്നെയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ, വേറെ ആരും നിൽക്കാനില്ലാത്തതുകൊണ്ട് അവിടുത്തെ നേഴ്സുമാരെ ഏൽപ്പിച്ചിട്ട് രാവിലെ എന്നെ വിളിക്കാൻ വരും. ഞാൻ രാവിലെ വരും. കൊച്ചു എഴുന്നേറ്റ് കഴിയുമ്പോൾ കൊച്ചിനെ ഭക്ഷണമൊക്കെ കഴിപ്പിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ഇവരൊരു 11:30 12 മണി ആകുമ്പോഴത്തേനും വരും. പിന്നെ ഞങ്ങൾ ഒരു 12 മണി രാത്രി ഒരു 12 മണി വരെ അവിടെ നിന്നിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുക കേട്ടോ. ഞങ്ങളെ കൊണ്ടുപോയിട്ട് ചേട്ടൻ പിന്നെയും തിരിച്ചു വരും കിടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു ആശുപത്രി വാസം എന്ന് പറയുന്നത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എന്തോ ഭാഗ്യത്തിന് ലെൻസിലേക്ക് ആ ഒരു ഇൻഫെക്ഷൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഈ കഴുത്തേലുള്ള ട്യൂബിന് മാത്രമേ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തോ ദൈവാനുഗ്രഹം, അത് വലിയൊരു ലെൻസിനൊക്കെ ആ ഒരു ഇൻഫെക്ഷൻ ബാധിച്ചു കഴിഞ്ഞാൽ അത് ന്യൂമോണിയ ആയിട്ടായിരിക്കും പുറത്തേക്ക് വരിക. അത് കാരണം ഭയങ്കര ടെൻഷനായിരുന്നു അത് കേട്ട് കഴിഞ്ഞപ്പോൾ. അപ്പം റിസൾട്ട് വന്നപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്കൊരു സമാധാനമായത്. ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞില്ല എൻ്റെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് അമ്മ അമ്പലത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഉത്സവത്തിൻ്റെ ടൈമിലായിരുന്നു. അപ്പോൾ എല്ലാവരും അത് പറഞ്ഞു, അങ്ങനെ വന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ പുറത്തിറങ്ങി നടന്നിട്ടായിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഒന്നും അറിയാത്ത രീതിയിൽ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരാണെങ്കിലും പുറമെയുള്ള ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും ഒരു ഇതാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സിനോട് കറക്റ്റ് ചോദിച്ചറിഞ്ഞതാണ് കാര്യങ്ങൾ. അപ്പൊ എല്ലാവരും അന്ന് പറഞ്ഞൊരു റീസൺ അതാണ്.
ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നവർ വീട്ടിലിരിക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ ഒരു അമ്മ എന്നുള്ള നിലയിൽ ഇപ്പൊ എന്റെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് കാണാനുള്ളൊരു ആഗ്രഹം ഉണ്ടാകും. ആ ഒരു ദിവസം മാത്രമേ അമ്മ അമ്പലത്തിൽ വന്നിട്ടുള്ളൂ. അപ്പം വന്നു വളരെ സേഫ് ആയിട്ട് അമ്മേനെ ഇവിടെ കൊണ്ടുയിരുത്തി തിരിച്ചു വീട്ടിൽ കൊണ്ടുപോയി. അല്ലാതെ അതിക്കടെ ഓടി കളിക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനും വിട്ടിട്ടില്ല. അപ്പം അങ്ങനെ ഒരുപാട് കമന്റ്സ് നമ്മൾ കേൾക്കണമല്ലോ. നമ്മൾ പല രീതിയിൽ നിൽക്കുമ്പോൾ പല പല കമന്റ്സ് കേൾക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു പോസിബിലിറ്റി അങ്ങനെ വന്നിരുന്നത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അമ്പലത്തിൽ ഇങ്ങനെ കറങ്ങി നടന്നു ഈ ഒരു സമയത്ത് വീട്ടിലിരുന്നാൽ പോരെ എന്നുള്ളൊരു ധ്വനിയിൽ ചോദിച്ചപ്പം അങ്ങനെ ചോദിച്ചു. അപ്പം അത് അമ്മേനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടായത് എനിക്കാണ്. കാരണം എൻ്റെ ഒരു പ്രോഗ്രാമിന് ഞാനാണ് അമ്മയോട് വന്നെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനത് ഡോക്ടറിനോട് പിറ്റേ ദിവസം ഡോക്ടർ വന്നപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ടാണോ ഇൻഫെക്ഷൻ ആയെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരിക്കലും പുറത്തുനിന്ന് ഒരു ഒബ്ജക്റ്റീവിൽ നിന്ന് ഇൻഫെക്ഷൻ ആവില്ല. കഴുത്തിൽ ഇട്ടേക്കുന്ന സാധനം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്തൊരു വേറൊരു വസ്തുവാണ് ഇട്ടേക്കുന്നത്. അപ്പൊ അതിന്റെ മെറ്റീരിയലോ അല്ലെങ്കിൽ അതിന്റെ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് അതിൽ തന്നെ വരുന്ന ഇൻഫെക്ഷൻ ആയിട്ടാണ് അത് കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു സമാധാനമായിട്ടോ. ബാക്കി എല്ലാവരും തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ കാരണം, ഞാൻ കൊണ്ടുപോയി അല്ലെങ്കിൽ ഞാൻ അമ്പലത്തിൽ കൊണ്ടുപോയി നോക്കണ പരിപാടി ഉണ്ടോ നോക്കുന്നത്, പോയില്ലെങ്കിൽ എന്താ എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് അന്ന് ഡോക്ടറിനോട് ചോദിച്ചത്. അങ്ങനെ നമ്മളൊരു 10 ദിവസം അവിടെ കിടന്ന് 8 ദിവസം ആന്റിബയോട്ടിക് എടുത്തു. ആള് ഓക്കെ ആയി. ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് 5 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ആൾ ആക്റ്റീവ് ആയി തുടങ്ങി. ഭക്ഷണമൊക്കെ ഇപ്പോഴും വളരെ കുറവാണ് കേട്ടോ. ഇപ്പൊ നിലവിൽ ആള് ഓക്കെയാണ്, കുഴപ്പമില്ലാതെ തട്ടിമുട്ടിയൊക്കെ ഇങ്ങനെ പോകുന്നു. അപ്പൊ കഴുത്തേലെ സാധനം ഊരിയിട്ട് ഇപ്പൊ കയ്യിലേക്ക് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇടയ്ക്ക് ബ്ലഡ് ക്ലോട്ട് ആവുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിന്റെയും ഗുളിക ഇപ്പൊ കഴിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ ഇപ്പൊ ഡയാലിസിസ് ഇങ്ങനെ പോയി തുടങ്ങി. അപ്പം ഡയാലിസിസ് ചെയ്യുന്നവര് നിങ്ങൾക്ക് അറിയാവുന്നവരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. കാരണം വളരെ നിസ്സാരമായിട്ടാണ് പലരും ആ ഒരു 10 ദിവസം കിടന്നത്. ഇൻഫെക്ഷൻ എന്നുള്ള രീതിയിൽ നിസ്സാരമാക്കിയിട്ടാണ് എടുത്തത്. നമ്മൾ അവിടെ നിന്ന് ഡോക്ടേഴ്സിനോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം എത്രത്തോളം ആയിരുന്നു എന്നുള്ളത്. അതുപോലെ അതിന്റെ ആ ഒരു ഭീകരത എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പം നമ്മൾ 10 ദിവസം അവിടെ കിടന്ന് അമ്മ ഓക്കെ ആയിട്ട് വരുന്നു. അപ്പം ഞാൻ എന്ത് പ്രോഗ്രാം എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വീഡിയോസ് എന്നൊക്കെ പറഞ്ഞാലും എന്റെ സാഹചര്യം എന്നുള്ളത് ഇപ്പം അങ്ങനെയാണ്. നമുക്ക് എപ്പോ വേണേലും ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മാക്സിമം ഞാൻ വീഡിയോസ് ഇടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഇടാൻ പറ്റാത്തതിന്റെ ഒരു റീസൺ അതാണ് കേട്ടോ. ഒരു ഹോസ്പിറ്റൽ കേസ് ഉള്ളതുകൊണ്ടാണ്. അപ്പം ഉള്ള ടൈം നമ്മൾ മാക്സിമം ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് പോവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ഇത്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ അമ്മ ഓക്കെയാണ്. പിന്നെ ചെയ്യേണ്ട കാര്യം ഞാൻ പലപ്പോഴും ആലോചിക്കും, എന്താണ് ഇപ്പൊ കല്യാണം കഴിഞ്ഞില്ലായിരുന്നു എന്ത് ചെയ്താന്, ഞാൻ ഒറ്റയ്ക്കായിട്ട് ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താന്. ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ എല്ലായിടത്തും ഒന്ന് ഓവർകം ചെയ്തു പോവുക. കാരണം ഇപ്പം ഓടി നടക്കാനാണെങ്കിലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നോക്കാനാണെങ്കിലും നമുക്കൊരു സപ്പോർട്ടിന് നിൽക്കാനാണെങ്കിലും ഒക്കെ എല്ലാത്തിനും ഇങ്ങനെ കൂടെ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ഇതെല്ലാം ഓവർകം ചെയ്ത് പോവാം. കാരണം അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുണ്ട്. ഇപ്പൊ ലീവ് എടുത്ത് ഇവിടെ വന്ന് നിൽക്കേണ്ട കാര്യമില്ല, വേണമെങ്കിൽ ചോദിക്കാം ഞാൻ എന്തിനാണ് വന്ന് നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കാം. പക്ഷെ അങ്ങനെ പോലും ഇതുവരെ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുമില്ല നിൽക്കണം എന്നുള്ളതോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എന്തിനെങ്കിലും പോയി കഴിയുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും, വീട്ടിലമ്മ തന്നെയല്ലേ ഉള്ളൂ, നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെ പോയേന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരാളാണ് കേട്ടോ. പൊതുവെ അങ്ങനെ ഒരു അങ്ങനെ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇതായിട്ട് ഒരാൾ നിൽക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരിത് മനസ്സിലാവുള്ളൂ. പലപ്പോഴും ഹോസ്പിറ്റൽ കേസിന്റെ ഈ വീഡിയോസ് ഇടുമ്പോൾ എപ്പോഴും എനിക്ക് കമന്റ് വരുന്ന കമന്റുകളാണ്. ഒരുപാട് കമന്റുകൾ വരാറുണ്ട്. പലതും ഞാൻ കണ്ടില്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. കാരണം ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല. ഹോസ്പിറ്റലിൽ നിൽക്കുന്നതിന്റെ ഒരു കേസൊക്കെ പറഞ്ഞാലും ചേട്ടൻ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ അതെല്ലാം ഓവർകം ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്കൊരിക്കലും ആ ഒരു രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല. കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ സമാധാനിച്ചിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരാൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഉണ്ടെങ്കിൽ ഇപ്പൊ ചേട്ടൻ ഇവിടെ അടിമാലിലുണ്ടെങ്കിലാണ് ഇവർക്ക് ധൈര്യം, സത്യം പറയാലോ. അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ എങ്ങനെ പോകും, അല്ലെങ്കിൽ ഇങ്ങനെ ആര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, വണ്ടി ഓടിക്കാൻ ആള് വേണ്ടേ, പാതിരാത്രി വിളിക്കാൻ പറ്റും ആരെങ്കിലും, അങ്ങനെയൊന്നും ആരുമില്ല. അപ്പൊ ചേട്ടൻ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഇത് ഓവർകം ചെയ്തു പോകുന്നത്. അങ്ങനെ വീണ്ടും വീണ്ടും പരീക്ഷണങ്ങൾ ഇങ്ങനെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് നമ്മൾ വീഡിയോസ് ഒക്കെ ഇടുന്നത്. അപ്പം
വീഡിയോസ് ഇടുമ്പോൾ എനിക്ക് അത്യാവശ്യം വ്യൂസ് കിട്ടുന്നുണ്ട് കേട്ടോ. വ്യൂസ് കിട്ടുന്നുണ്ട്, വ്യൂസ് കയറുന്നുണ്ട്, എല്ലാം അതിൻ്റെ ആ ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞിട്ട് ഹൈ ആയിട്ടുണ്ട്. ഇട്ടില്ലെങ്കിൽ എല്ലാം കൂടി ഡൗൺ ആയി പോകും. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒത്തിരി പേര് അപ്ഡേഷൻസ് ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പം നമ്മൾ കുറച്ച് നാൾ ഹോസ്പിറ്റലൈസ്ഡ് അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും വരാത്തത്. അതുപോലെ തന്നെ ഈ ഡയാലിസിസ് ചെയ്യുന്നവർ, ഫിസ്റ്റിലൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും മാക്സിമം ആ എക്സസൈസ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പണി കിട്ടിക്കൊണ്ടേയിരിക്കും. ഒരു ബ്ലഡ് എടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഈ കുട്ടി എടുക്കുന്നത്. അപ്പം അത് കറക്റ്റ് വർക്കിംഗ് ആയിട്ട് വന്നില്ലേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചെയ്യുന്ന ആൾക്കും അതെ, കൂടെ നിൽക്കുന്ന നമുക്കും അതെ. അപ്പം അതിൻ്റെയൊക്കെ കുറച്ച് ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ട് മാത്രം വീഡിയോ ഇട്ടതാണ് കേട്ടോ. പിന്നെ നമ്മുടെ കുറച്ച് ഇതിന് മുന്നേ ഇടയ്ക്ക് നടന്ന കുറച്ച് സംഭവങ്ങളുടെ വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പറ്റുന്ന രീതിയിൽ സമയം കിട്ടുന്ന പോലെ ഞാൻ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. അപ്പം പുതിയ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മൾ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. പുതിയ വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ.